ഈ ഒരു അട പല രീതിയിൽ ഉണ്ടാക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഈ ഒരു രീതിയിൽ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നതും കേൾക്കുന്നതും കഴിക്കുന്നതും. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നോക്കാം. എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു തന്നിട്ടുള്ള റെസിപ്പി ആട്ടോ. അപ്പോൾ നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത് ചക്കയുടെയാണ്. ഒരു 20 ചക്കച്ചുള എടുത്തിട്ടുണ്ട്. അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. അരച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അതിലേക്ക് 1 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 1/2 ടീസ്പൂണ് ചുക്കുപൊടിയും 1 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും 2 നുള്ളു ഉപ്പ്, മധുരം ഒന്ന് ബാലൻസ് ആകാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഞാൻ 3 ടേബിൾ സ്പൂണായിട്ട് എടുത്തിട്ടുള്ളത്. അത് കറക്റ്റ് മധുരമായിരുന്നു. കുറച്ചുകൂടെ എക്സ്ട്രാ മധുരം വേണമെങ്കിൽ കുറച്ചുകൂടി നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് വറുത്ത അരിപ്പൊടി ഒരു 1/4 കപ്പ് ചേർത്ത് കൊടുക്കാം. ഒരുപാട് അരിപ്പൊടി ചേർത്ത് കൊടുക്കേണ്ട. നമ്മുടെ ഈ ഒരു ചക്കയുടെ ഫ്ലേവറാണ് കൂടുതൽ കിട്ടേണ്ടത് കേട്ടോ. പിന്നെ അതിലേക്ക് നോർമൽ വാട്ടർ കുറേശ്ശെ ആഡ് ചെയ്തിട്ട് എത്രത്തോളം വേണമെന്ന് നോക്കിയിട്ട് ചെക്ക് ചെയ്യുക. ഞാനിതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് വേണ്ടത്. നമുക്കിത് കുമ്പിളാക്കി അതിലേക്ക് നിറക്കാൻ പാകത്തിലുള്ള കൺസിസ്റ്റൻസിയിൽ. പിന്നെ ഒരു എക്സ്ട്രാ ടേസ്റ്റിന് വേണ്ടിയിട്ട് നല്ല ഫ്ലേവറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. ഇനി ഞാൻ വാഴയിലാണ് എടുത്തിട്ടുള്ളത്. വാഴയില അതുപോലെ കുമ്പിളാക്കിയിട്ട് അതിലേക്ക് നിറച്ച് കൊടുക്കുക കേട്ടോ ചെയ്തിട്ടുള്ളത്. വയനയിലയിലാണ് ഇത് ചെയ്യുക. അതുണ്ടെങ്കിൽ അതെടുക്കുക. വാഴയിലായാലും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഇതുപോലെ ആക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് സ്റ്റീമറിൽ സ്റ്റീം ചെയ്തെടുക്കുക. 20 മിനിറ്റ് ചെറിയ തീയിലിട്ടിട്ടൊന്ന് സ്റ്റീം ചെയ്തെടുത്താൽ മതി. അടിപൊളിയായിട്ട് തന്നെ കുക്കായി കിട്ടുകയും ചെയ്യും. നല്ല ടേസ്റ്റുമാണ് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് പഞ്ചസാരയോട് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ശർക്കര പൊടിച്ചിട്ട് ചേർത്ത് കൊടുത്താലും മതി. അതല്ല ശർക്കര ഉരുക്കിയിട്ട് ആ വെള്ളത്തിന് പകരം ശർക്കര ഉരുക്കിയിട്ട് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. എങ്ങനെ ആയാലും കുഴപ്പമില്ല. ഇനി നമുക്ക് 20 മിനിറ്റിന് ശേഷം ഇത് പുറത്തേക്ക് എടുക്കാം. ഒന്ന് ജസ്റ്റ് ചൂടാറിയതിന് ശേഷം നമുക്ക് എടുത്ത് കഴിക്കാവുന്നതാണ്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ രീതിയിൽ ചക്കയുടെ തയ്യാറാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാനും ഫസ്റ്റ് ടൈം തന്നെയാണ് കേട്ടോ ഈ രീതിയിൽ ചക്കയുടെ തയ്യാറാക്കി എടുക്കുന്നത്. നിങ്ങളൊക്കെ എങ്ങനെയാണ് ചക്കയുടെ ഉണ്ടാക്കിയെടുക്കാറെന്നുള്ളത് കമൻസിലൂടെ അറിയിക്കണേ. ഇൻഷാ അല്ലാഹ് നമുക്ക് പുതിയ റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. ഫോളോ ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കല്ലേ. താങ്ക്